മലപ്പുറം ജില്ലയിൽ ഷിഗല്ല രോഗബാധയെ തുടർന്ന് ഈയിടെ 2 പേർ മരണപ്പെട്ട സംഭവത്തിൽ രോഗത്തിന്റെ യഥാർത്ഥ ഉറവിടം എവിടെ നിന്നാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. പെരിന്തൽമണ്ണ കീഴാറ്റൂർ സ്വദേശിനി സരോജിനി, കോഡൂർ വടക്കേമണ്ണ സ്വദേശിയായ 2ാം ക്ലാസ് വിദ്യാർത്ഥി ആർജവ് എന്നിവരാണ് ഷിഗല്ല ബാധിച്ച് ജില്ലയിൽ മരണമടഞ്ഞത്. ഇവരുടെ പ്രാദേശിക സാഹചര്യങ്ങളും കുടിവെള്ള സ്രോതസ്സുകളും പരിശോധിച്ചെങ്കിലും കൃത്യമായ ഉറവിടം വ്യക്തമാകാത്തത് ആരോഗ്യവകുപ്പിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. നിലവിൽ ജില്ലയിൽ ഒരാൾ മാത്രമാണ് ഷിഗല്ല ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. മമ്പാട് താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകനായ 2 വയസ്സുകാരനാണ് ആശുപത്രിയിലുള്ളത്. കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ പൂർണ്ണമായും തൃപ്തികരമാണെന്ന് മെഡിക്കൽ അധികൃതർ പറഞ്ഞു. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഈ മാസം 7 മുതൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡുകൾ ജില്ലയിലുടനീളം കർശനമായ പരിശോധനകൾ നടത്തിവരികയാണ്. 2 സ്ക്വാഡുകളായി തിരിഞ്ഞാണ് ഹോട്ടലുകൾ, കൂൾബാറുകൾ, കിച്ചണുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നത്. മൺസൂൺ കാലത്ത് പാനീയങ്ങളിലൂടെയും ഭക്ഷണത്തിലൂടെയും അതിവേഗം പടരുന്ന ഷിഗല്ല പോലുള്ള പകർച്ചവ്യാധികൾക്കെതിരെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മലപ്പുറം ജില്ലാ ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശം നൽകി. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. മലിനമായ വെള്ളം, തുറന്നുവെച്ചതും കേടായതുമായ ഭക്ഷണം എന്നിവയിലൂടെയാണ് പ്രധാനമായും ഈ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാനും ഭക്ഷണ സാധനങ്ങൾ കൃത്യമായി മൂടിവെക്കാനും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം. പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.